വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഹൈക്കോടതി രക്ഷാപ്രവർത്തനത്തിന് പണം എന്തിനെന്ന് ഹൈക്കോടതി ചോദിച്ചു. വ്യോമസേന 132.62 കോടി രൂപ ആവശ്യപ്പെട്ടതിനെതിരെ ഹൈക്കോടതി രംഗത്തെത്തി. നവമി വിവരങ്ങൾ പങ്കുവെക്കുന്ന നവമി, സംസ്ഥാന സർക്കാരിന്റെ ആർഗ്യുമെന്റ് ആയിരുന്നു എന്തിനാണ് രക്ഷാപ്രവർത്തനത്തിന് കേരളത്തിനെ സഹായിച്ചതിന് പണം ആവശ്യപ്പെടുന്നത് എന്നുള്ളത്. അതിൽ കേന്ദ്ര സർക്കാരിന് വ്യക്തമായ മറുപടി ഇത് നൽകാനായിട്ടില്ല. ഇപ്പോൾ എന്താണ് വിശദാംശങ്ങൾ? എത്ര രൂക്ഷമായ ഭാഷയിലാണ് കോടതിയുടെ പരാമർശം? രഞ്ജിത്ത്, 2019 രണ്ടാം പ്രളയം മുതൽ വയനാട് ദുരന്ത സമയത്ത് വരെ ദുരന്തബാധിതരെ എയർലിഫ്റ്റ് ചെയ്തതിന്റെ തുകയായിരുന്നു കഴിഞ്ഞ ദിവസം കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെട്ടത്. ഇതിൽ 13 കോടി രൂപ നൽകണം. 132.62 കോടി രൂപ കേരളം കേന്ദ്ര സർക്കാരിന് നൽകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനെതിരെയായിരുന്നു രൂക്ഷമായിട്ടുള്ള വിമർശനവുമായി ഇപ്പോൾ ഹൈക്കോടതി എത്തിയിരിക്കുന്നത്. ഹൈക്കോടതി ചോദിച്ചു, 2016 2017 വർഷങ്ങളുടെ ദുരിതങ്ങളുടെ എയർലിഫ്റ്റിംഗ് ചാർജുകൾ എന്തിനാണ് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെടുന്നതെന്നും ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ വയനാട് ദുരന്തം ഉണ്ടായിട്ട് പോലും കേരളത്തിന് വേണ്ട രീതിയിൽ സഹായിക്കാൻ കേന്ദ്രം ഇപ്പോഴും തയ്യാറായിട്ടില്ല. അതിന് പിന്നാലെയാണ് ഈ ഒരു തുക ആവശ്യപ്പെടുന്നത്. അത്ഭുതപ്പെടുത്തുന്നു എന്ന് കൂടി ഹൈക്കോടതി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയും വർഷം കാത്തിരുന്നില്ലേ, അടുത്ത 6 മാസം കൂടി കാത്തിരുന്നിട്ട് ഇത് ചോദിച്ചാൽ പോരെ എന്നുകൂടി ഹൈക്കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. ദുരന്തത്തെ നേരിടാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് മറ്റൊരു വഴിക്ക് ഈ തുക ആവശ്യപ്പെടുന്നത്. എന്നാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദീകരണം തേടിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തമായ മറുപടി നൽകണമെന്നും ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ദുരന്ത നിവാരണ ചട്ടങ്ങൾ അനിവാര്യമായ ഇളവുകൾ നൽകുന്നതിന് കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്നും ഹൈക്കോടതി ഇപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു അവഗണന അത് ചോദ്യം ചെയ്യപ്പെടുമ്പോഴും കേരള സർക്കാർ ഉൾപ്പെടെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവും ഉന്നയിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് വ്യോമസേന പണം ആവശ്യപ്പെട്ടതിന് രൂക്ഷമായ ഭാഷയിൽ കോടതി വിമർശിക്കുകയാണ്. പണം ആവശ്യപ്പെട്ടത് അത്ഭുതപ്പെടുത്തുന്നു. സഹായം നൽകേണ്ടപ്പോഴാണ് പണം ചോദിക്കുന്നത് എന്ന കൃത്യമായ പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് പോലും പണം ആവശ്യപ്പെടുന്ന കേന്ദ്ര നിലപാടിനെ പൂർണ്ണമായും എതിർത്തുകൊണ്ടാണ് കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന് ശ്രദ്ധേയമാണ്. നമുക്കറിയാം, ഈ വ്യോമസേനയുടെ വയനാട് എയർലിഫ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ പണം ചോദിച്ചു. നേരത്തെ പ്രളയ സമയത്തും ഇത് വലിയ വിവാദമായ പശ്ചാത്തലമുണ്ടായിരുന്നു. കേരളം പ്രളയത്തിന്റെ മഹാമാരിയിൽ അകപ്പെട്ടപ്പോഴും കേന്ദ്രം ഇത്തരത്തിൽ പണം ചോദിച്ചത് രൂക്ഷ വിമർശനത്തിന് ഇടയാക്കിയ പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ വീണ്ടും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടാകുന്നു. അതിനെ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നു.